ഇൻഫിനിക്സിൻ്റെ നോട്ട് സീരീസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻഫിനിക്സ് നോട്ട് സീരീസിൽ രണ്ട് ഫോണുകൾ വരുന്നുണ്ട്, ഇൻഫിനിക്സ് നോട്ട് 10ഉം നോട്ട് 10 പ്രോയും. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഇൻഫിനിക്സ് നോട്ട് 10 എന്ന ഫോണിൻ്റെ ഒരു ടോട്ടൽ ഒരു സ്പെസിഫിക്കേഷൻ ബേസിലുള്ള ഒരു റിവ്യൂ ആണ്. അപ്പോൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ നമുക്കിതിൻ്റെ ആദ്യം ഡിസ്പ്ലേയുടെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 6.95 ഇഞ്ചിൻ്റെ ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. സാധാരണ ഈ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സമയത്തും HD+ ഡിസ്പ്ലേ വരുന്ന ഫോണുകളൊക്കെ ഇറങ്ങാറുണ്ട്. എന്നാൽ ഇതിൽ ഫുൾ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. 357 പിക്സൽ പെർ ഇഞ്ചിൻ്റെ ഡെൻസിറ്റിയും ബോഡിക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1500:1 എന്നൊരു കളർ കോൺട്രാസ്റ്റ് റേഷ്യോയും ഇതിൽ വരുന്നുണ്ട്. അതുമാത്രമല്ല 91% സ്ക്രീൻ ടു ബോഡി റേഷ്യോയും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇൻഫിനിക്സ് എന്ന കമ്പനി ഇത്രയും ഫീച്ചേഴ്സ് കൊടുക്കുന്നത് ഒരു മികച്ച ഒരു കാര്യം തന്നെയാണ്. ഏതായാലും നല്ലൊരു റിഫ്രഷ് ടച്ച് സാമ്പിളിംഗ് റേറ്റും നല്ലൊരു ഫുൾ HD ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയുടെ ഭാഗത്ത് യാതൊരുവിധ പോരായ്മയും ഇല്ലാതെ ഒരു മികച്ച ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഇൻഫിനിക്സ് നോട്ട് 10ൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പെർഫോമൻസിൻ്റെ സൈഡിലേക്ക് വന്നാൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G85 എന്നൊരു 12nm പ്രോസസ്സറാണ്, ഒക്ടാ കോർ പ്രോസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. മാലി G52 MC2 ആണ് ഇതിൻ്റെ GPU വരുന്നത്. ആൻഡ്രോയിഡ് 11ൽ അധിഷ്ഠിതമായി ഇൻഫിനിക്സിൻ്റെ സ്വന്തം UI ആയ XOS 7.6ലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പെർഫോമൻസിൻ്റെ സൈഡിൽ നോക്കിയാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച ഒരു ചിപ്സെറ്റാണ്, ഗെയിമിംഗ് ചിപ്സെറ്റാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം വളരെ മികച്ച ഒരു പെർഫോമൻസ് തന്നെ, അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിനൊത്ത ഒരു പെർഫോമൻസ് ഈ ഒരു പ്രോസസ്സറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ പെർഫോമൻസിൻ്റെ സൈഡിലും നല്ലൊരു മികച്ച ഒരു ചിപ്സെറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ക്യാമറയുടെ സൈഡിലേക്ക് വന്നാൽ 48 മെഗാപിക്സലിൻ്റെ ഒരു ട്രിപ്പിൾ റിയർ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. 48 മെഗാപിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ ഒരു ഡെപ്ത് ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ ഒരു മോണോക്രോം എന്നൊരു ക്യാമറയുമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ അൾട്രാ വൈഡ് മിസ്സിംഗ് ആണ്. അപ്പോൾ ചെറിയൊരു പോരായ്മയായിട്ട് ചിലവർക്ക് ഇത് തോന്നാം, പക്ഷേ വൈഡായിട്ടുള്ള ഒരു ഷോട്ട്സും നമുക്ക് ഈ ഒരു ഫോണിൽ നമുക്ക് എടുക്കാൻ സാധിക്കുന്നതല്ല. ഇതിൽ നമുക്ക് 1440 പിക്സൽ അറ്റ് 30 ഫ്രെയിം പെർ സെക്കൻഡിൽ വരെ വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സെൽഫി ക്യാമറയിലേക്ക് വന്നാൽ 16 മെഗാപിക്സലിൻ്റെ ഒരു സിംഗിൾ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് 1080p റെസൊല്യൂഷനിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിൽ വരെ വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ ക്യാമറയുടെ ഭാഗത്ത് വലിയൊരു അഡ്വാൻറ്റേജ് സ്പെസിഫിക്കേഷനൊന്നുമില്ല, സിമിലർ സ്പെസിഫിക്കേഷൻ തന്നെയാണ്. അതുപോലെ തന്നെ അൾട്രാ വൈഡ് ക്യാമറയും മിസ്സിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ബാറ്ററിയുടെ സൈഡിലേക്ക് വന്നാൽ 5000 mAh ഒരു ബാറ്ററിയും 80 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട്. ബോക്സിൽ തന്നെ 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും അവൈലബിൾ ആണ്. അപ്പോൾ ഒരു നല്ലൊരു കാര്യം തന്നെയാണ് ബോക്സിൽ 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും 5000 mAh ഒക്കെ വരുന്നത്. പിന്നെ ഇതിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ അവൈലബിൾ ആണ്. ഫോണിൻ്റെ പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. ചാർജിന് വേണ്ടി ടൈപ്പ് C പോർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഡുവൽ സ്പീക്കേഴ്സ് അവൈലബിൾ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്ത OnePlus Nord CE എന്നൊരു ഫോണിൽ ഡുവൽ സ്പീക്കേഴ്സ് അവൈലബിൾ അല്ലായിരുന്നു, 24,000-25,000 രൂപയ്ക്ക് പോലും. എന്നാൽ ഈ ഒരു 12,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഡുവൽ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. വളരെ മികച്ചൊരു കാര്യം തന്നെയാണ്. ഇത് നമുക്ക് 3 സ്റ്റോറേജ് വേരിയൻറ്റിലാണ് ലഭിക്കുന്നത്. 4GB 64GB, 4GB 128GB, 6GB 128GB എന്ന 3 വേരിയൻ്റാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിതിൽ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അത് ഡെഡിക്കേറ്റഡ് സിം കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരേ സമയം 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും നമുക്ക് ഒന്നിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് 3 കളർ വേരിയൻറ്റിൽ ലഭിക്കുന്നുണ്ട്. ബ്ലാക്ക്, പർപ്പിൾ, എമറാൾഡ്, ഗ്രീൻ എന്നീ 3 കളർ വേരിയൻറ്റിലാണ് ഈ ഫോൺ നമുക്ക് ലഭിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രൈസിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ 4GB 64GB എന്നൊരു വേരിയൻറ്റിന് 10,999 രൂപയും 6GB 128GB എന്നൊരു ടോപ്പ് വേരിയൻറ്റിന് 11,999 രൂപയുമാണ്. ജൂൺ 13-നാണ് ഈ ഫോണിൻ്റെ ഒരു സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾക്ക് ഈ ഫോൺ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതായത് ജൂൺ 13 എന്ന് പറയുമ്പോൾ നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഇതിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ പോയി ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡിസ്പ്ലേയും നല്ലൊരു ക്യാമറയും നല്ലൊരു ചിപ്സെറ്റും നല്ലൊരു
ഒരു ഓവറോൾ സെറ്റപ്പ് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഫോണിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഈ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ. I'm an icon, man. I'm a girl about a 10. I should fuck her in a Benz.